സഹപ്രവർത്തകരെയും എന്നെയും ഇത്രയധികം ആളുകൾ വന്ന് സ്വീകരിച്ചതിന് ആദ്യം തന്നെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 5 രാജ്യങ്ങളിലേക്കുള്ള ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായാണ് ഞങ്ങൾ എത്തിയത്. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് 7 പാർലമെൻ്ററി പ്രതിനിധി സംഘങ്ങളെ അയച്ചിട്ടുണ്ട്. മറ്റുള്ളവർ മറ്റു രാജ്യങ്ങളിലേക്ക് പോയി. ഞങ്ങൾ ന്യൂയോർക്കിൽ സെപ്റ്റംബർ 11 സ്മാരകം സന്ദർശിച്ചുകൊണ്ടാണ് ഇത് ആരംഭിച്ചത്. പിന്നീട് 2 ദിവസത്തെ സന്ദർശനത്തിനായി ഗയാനയിലേക്ക് പോയി. ഇപ്പോൾ ഞങ്ങൾ പനാമയിൽ 2 ദിവസത്തെ സന്ദർശനത്തിലാണ്. തുടർന്ന് കൊളംബിയയിലേക്ക് 2 ദിവസത്തെ സന്ദർശനവും അതിനുശേഷം ബ്രസീലിയയിലേക്ക് 2.5 ദിവസത്തെ സന്ദർശനവുമാണ്. ഇതിൻ്റെയെല്ലാം ലക്ഷ്യം ഞങ്ങൾ പോകുന്ന ഓരോ രാജ്യത്തിനും ഒരു സന്ദേശം നൽകുക എന്നതാണ്. എൻ്റെ പ്രതിനിധി സംഘത്തിലെ 7 അംഗങ്ങളിൽ പോലും 4 പാർട്ടികളിൽ നിന്നുള്ളവരുണ്ട് എന്ന് ഞാൻ നിങ്ങളെ എല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. വ്യത്യസ്ത പശ്ചാത്തലത്തിൽ നിന്നും വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ളവരാണ് ഞങ്ങൾ. എന്നാൽ ഒരേ സന്ദേശത്തിൽ ഞങ്ങൾ ഒന്നിക്കുന്നു. ഞങ്ങളുടെ ആളുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ഭീകരാക്രമണങ്ങൾ ഞങ്ങൾ ഇനിയും അംഗീകരിക്കില്ല എന്നതാണത്. കഴിഞ്ഞ ഏകദേശം 4 പതിറ്റാണ്ടായി ഞങ്ങൾ തുടർച്ചയായി ആക്രമണങ്ങൾ നേരിടുകയാണ്. 1989 കാശ്മീരിൽ നടന്ന ആദ്യ ആക്രമണങ്ങൾ മുതൽ ഞങ്ങൾ തുടർച്ചയായ അതിക്രമങ്ങളും സാധാരണക്കാരായ ഇരകളെയും കണ്ടു. 2008 മുംബൈ ഭീകരാക്രമണം മിക്കവരും ഓർക്കുന്നുണ്ടാകും. നവംബർ 26 സംഭവിച്ചതുകൊണ്ട് ഞങ്ങൾ അതിനെ 26/11 എന്ന് വിളിക്കുന്നു. 3 ദിവസം നീണ്ടുനിന്ന ആ ആക്രമണത്തിൽ 170 പേർ കൊല്ലപ്പെട്ടു. മറ്റു പല സംഭവങ്ങളും മിക്കവരും ഓർക്കുന്നുണ്ടാകും. ഞാൻ തന്നെ ഒരു ലേഖനം എഴുതിയിരുന്നു. അതിൽ 2001 ശേഷം ഏകദേശം 15 സംഭവങ്ങൾ ഞാൻ കണ്ടെത്തി. ഈ വേദനയും ദുരിതവും മുറിവുകളും നഷ്ടങ്ങളും തുടർന്നും സഹിക്കുക എന്നത് ഞങ്ങൾക്കൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യ ആസൂത്രകൻ അജ്മൽ കസബിനെ പിടിക്കുകയുണ്ടായി. അയാളെ തിരിച്ചറിഞ്ഞു. അയാളുടെ വീട്ടുവിലാസം പാകിസ്ഥാനിലെ ഗ്രാമത്തിലാണെന്ന് കണ്ടെത്തി. ഇന്ത്യ മാത്രമല്ല, പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികൾക്കും പാകിസ്ഥാനിലെ ഭീകരരുടെ കൈകാര്യകർത്താക്കൾ മുംബൈയിലെ കൊലപാതകികൾക്ക് ഓരോ നിമിഷവും നിർദ്ദേശങ്ങൾ നൽകുന്നതിൻ്റെ റെക്കോർഡിങ്ങുകളും ലഭിച്ചിരുന്നു. എല്ലാ തെളിവുകളും ശേഖരിച്ചു, രേഖകൾ തയ്യാറാക്കി. എന്നാൽ ഈ അതിക്രമത്തിന് പിന്നിലുള്ള ഒരാളെങ്കിലും നീതിക്ക് മുന്നിൽ കൊണ്ടുവന്നു. പാകിസ്ഥാനിലെ ഭീകരരെ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ പരിശീലനം ലഭിച്ച ഭീകരരെ ഈ രാജ്യങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. ഇത് നമ്മൾ ഇന്ന് നേരിടുന്ന ഒരു ദുഃഖകരമായ യാഥാർത്ഥ്യമാണ് എന്നതിൽ നമുക്കൊരു തർക്കവുമില്ല. ലോകത്തിലെ ഒരു രാജ്യവും യുദ്ധം ആഗ്രഹിക്കുന്നില്ല. ഡോളർ കണക്കിൽ ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ. അടുത്ത 10 വർഷത്തിനുള്ളിൽ നമ്മൾ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറും. വാങ്ങൽ ശേഷി തുല്യതയുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഇതിനകം തന്നെ വെല്ലുവിളി ഉണ്ടായിരുന്നു. അതിനാൽ ഞങ്ങൾ വളരുന്ന ഒരു പ്രോസ്പെറിംഗ് രാജ്യമാണ്. യുദ്ധങ്ങളോ സംഘർഷങ്ങളോ ഭീകരതയോ ഞങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ ആളുകൾക്ക് ഒരു നല്ല ജീവിതം, വളർച്ച, സമൃദ്ധി എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിർഭാഗ്യവശാൽ ഞങ്ങളെ വെറുതെ വിടാനുള്ള ഞങ്ങളുടെ ആഗ്രഹം അതിർത്തിയുടെ മറുവശത്തുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കൾ തിരിച്ചു നൽകുന്നില്ല. ഞങ്ങളെ ആവർത്തിച്ച് ആക്രമിക്കാൻ അവർ തിരഞ്ഞെടുത്തിട്ടുണ്ട്. കാരണം അവർക്ക് ഞങ്ങളുടെ നിയന്ത്രണത്തിലില്ലാത്ത എന്നാൽ ഞങ്ങളുടെ നിയന്ത്രണത്തിലുള്ള അഖണ്ഡ ഭാരതത്തിൻ്റെ പരമാധികാര അതിർത്തികളുടെ ഭാഗമായ പ്രദേശം വേണമെന്ന് അവർ വിശ്വസിക്കുന്നു. അതിന് എന്ത് വില നൽകേണ്ടി വന്നാലും ഞങ്ങൾ അത് അവർക്ക് നൽകില്ല. ഭീകരർക്കും വില നൽകേണ്ടി വരുമെന്ന് മനസ്സിലായിട്ടുണ്ട്, അതിൽ സംശയമില്ല. ഓപ്പറേഷൻ സിന്ദൂർ ആവശ്യമായിരുന്നു. കാരണം ഈ ഭീകരർ വന്ന് 26 സ്ത്രീകളെ, അവരുടെ ഭർത്താക്കന്മാരെയും പിതാക്കന്മാരെയും ഇല്ലാതാക്കി. അവരുടെ വിവാഹ ജീവിതം ഇല്ലാതാക്കി. വാസ്തവത്തിൽ ചില സ്ത്രീകൾ ഭീകരരോട് തങ്ങളെയും കൊല്ലാൻ അപേക്ഷിച്ചു. എന്നാൽ അവർ പറഞ്ഞു, വേണ്ട, തിരിച്ചുപോയി നിങ്ങൾക്ക് സംഭവിച്ചത് മറ്റുള്ളവരോട് പറയുക. സിന്ദൂരത്തിൻ്റെ നിറം, നെറ്റിയിലെ സിന്ദൂരത്തിൻ്റെ ദശലക്ഷം നിറം കൊലയാളികളുടെയും ആക്രമണം നടത്തിയവരുടെയും രക്തത്തിൻ്റെ നിറവുമായി ചേരും. ഇന്ത്യ ഒരു യുദ്ധക്കൊതിയൻ രാജ്യമല്ല. ഞങ്ങൾ ആ ആക്രമണങ്ങൾ, അതായത് ആദ്യത്തെ 9 തീവ്രവാദ കേന്ദ്രങ്ങളിലെ ആക്രമണങ്ങൾ നടത്തിയപ്പോൾ പോലും ഞങ്ങളുടെ സർക്കാർ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, ഒരു തരത്തിലുള്ള സംഘർഷത്തിനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന്. ഇവ വളരെ ശ്രദ്ധയോടും കൃത്യമായി നടത്തിയ ആക്രമണങ്ങളായിരുന്നു. പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങളോ സർക്കാർ സ്ഥാപനങ്ങളോ സാധാരണക്കാരുടെ വീടുകളോ ലക്ഷ്യം വെച്ചായിരുന്നില്ല ആക്രമണങ്ങൾ. വളരെ കൃത്യമായ ലക്ഷ്യമിടൽ എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ടുകൾക്കുള്ളിലെയും പ്രത്യേക കെട്ടിടങ്ങളിലെയും ലക്ഷ്യങ്ങൾ മാത്രമാണ്
ആക്രമിച്ചത്. അതിർത്തി കടന്ന് ഷെല്ലുകൾ പറന്നു. നിർഭാഗ്യവശാൽ നമുക്കെല്ലാം അറിയാം. അതിർത്തി കടന്ന് ഷെല്ലുകൾ പറന്നു. നിർഭാഗ്യവശാൽ നമുക്കെല്ലാം അറിയാം. പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ നമ്മുടെ 19 സഹപൗരന്മാർ കൊല്ലപ്പെട്ടു. 59 പേർക്ക് ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഷെല്ലുകൾ പതിച്ചത് എവിടെയാണ്? നമ്മൾ ആക്രമിച്ചപ്പോൾ തീവ്രവാദ കേന്ദ്രങ്ങളെയാണ് ആക്രമിച്ചത്. അവർ ആക്രമിച്ചത് കന്യാസ്ത്രീ മഠങ്ങളും സാധാരണക്കാരുടെ വീടുകളും സാധാരണക്കാരുടെ വാഹനങ്ങളുമാണ്. ഇതാണ് നമ്മുടെ പെരുമാറ്റ രീതിയും അയൽക്കാർ പ്രതികരിക്കാൻ തിരഞ്ഞെടുക്കുന്ന രീതിയും തമ്മിലുള്ള വ്യത്യാസം. അടുത്തത് ഞങ്ങൾ എന്താണ് ചെയ്തത്? ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ നിങ്ങളെ തിരിച്ചടിക്കും, കൂടുതൽ ശക്തമായി തിരിച്ചടിക്കും. ഞങ്ങൾ അങ്ങനെ ചെയ്തു. അവർ ഞങ്ങൾക്ക് നേരെ യുദ്ധവിമാനങ്ങളെ അയച്ചു. നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അവരെ തടഞ്ഞു. മെയ് 9-നും 10-നും രാത്രിയിൽ ഞങ്ങൾ വളരെ കൃത്യമായി 11 സൈനിക ലക്ഷ്യങ്ങളെ ആക്രമിച്ചു. ഉപഗ്രഹ ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവയിലൊന്ന് രാവൽപിണ്ടിയിലെ സൈനിക ആസ്ഥാനമായ GHQവിൽ നിന്ന് 1.5 കിലോമീറ്റർ മാത്രം അകലെ ബേസ്മെന്റിലായിരുന്നു. സന്ദേശം വളരെ വ്യക്തമാണ്. നിങ്ങളെ വേദനിപ്പിക്കുന്നിടത്ത് ലക്ഷ്യം വയ്ക്കാൻ ഞങ്ങൾക്ക് കഴിയും. നിങ്ങൾ നിർത്തിയാൽ ഞങ്ങൾ നിർത്തും. നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ അടുത്തത് എന്താണ് വരുന്നതെന്ന് ശ്രദ്ധിക്കുക. ഒടുവിൽ അവർ നിർത്താൻ തീരുമാനിച്ചു. അവർ ഉച്ചയ്ക്ക് 3:30-ന് ഒരു ശരിയായ ചർച്ചയ്ക്ക് തയ്യാറായി. 3:30-ന് അവരുടെ സൈനിക ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ഞങ്ങളോട് പറഞ്ഞു, അവർ വെടിനിർത്താൻ ആഗ്രഹിക്കുന്നു എന്ന്. ഞങ്ങളുടെ ജനറൽ പറഞ്ഞു, തീർച്ചയായും ഞങ്ങൾ ഒരു സാഹചര്യത്തിലും വെടിവെപ്പ് തുടങ്ങാൻ ആഗ്രഹിച്ചിരുന്നില്ല. നിങ്ങൾ ഞങ്ങളെ ആക്രമിക്കുകയായിരുന്നു. നിങ്ങൾ നിർത്തിയാൽ ഞങ്ങൾ നിർത്തും. വൈകുന്നേരം 5 മണിക്ക് വെടിനിർത്തൽ നിലവിൽ വന്നു. 2.5 ആഴ്ച മുമ്പ് അതിർത്തിയിൽ കൂടുതൽ ശാന്തത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് ഞങ്ങളുടെ സർക്കാർ ഞങ്ങളെ എല്ലാവരെയും, ഈ രാജ്യങ്ങളിലെ സർക്കാർ നേതാക്കളോടും പാർലമെന്ററിയോടും അഭിപ്രായ രൂപീകരണക്കാരോടും സാധ്യമായ സ്ഥലങ്ങളിൽ പ്രവാസികളോടും ഞങ്ങളുടെ ചിന്ത എന്തായിരുന്നു, ഞങ്ങൾ എന്തിനത് ചെയ്തു എന്ന് വിശദീകരിക്കാൻ അഭ്യർത്ഥിച്ചു. ഞങ്ങളുടെ സതുദ്ദേശപരമായ മനസ്സിലാക്കലും പിന്തുണയും നിങ്ങൾക്ക് എന്തിനാണ് വേണ്ടതെന്ന് വിശദീകരിക്കാൻ ഇതുവരെ അത് ലഭിച്ചു എന്ന് പറയുന്നതിൽ ഞാൻ സന്തുഷ്ടനാണ്. ഞങ്ങൾ പ്രസിഡന്റിനെയും മുൻ പ്രസിഡന്റ് കൂടിയായ വൈസ് പ്രസിഡന്റിനെയും കണ്ടു. തീവ്രവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തെ അവർ മനസ്സിലാക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു എന്ന് അവർ നിരുപാധികമായി പറഞ്ഞു. ഇന്ന് പനാമയിൽ ഞങ്ങൾ ദേശീയ അസംബ്ലിയിൽ പോയി പ്രസിഡന്റിനെ കണ്ടു. അവർ ഞങ്ങൾക്ക് അതേ സന്ദേശം നൽകി. വാസ്തവത്തിൽ ചർച്ചയുടെ അവസാനം ഞങ്ങൾ പിരിയുന്ന സമയത്ത് ഇന്ത്യയിലെ ജനങ്ങളുടെ പേരിൽ ഞാൻ ഒരു കാശ്മീരി ഷാൾ അവർക്ക് സമ്മാനിച്ചു. ഈ ദുരന്തം കാശ്മീരിൽ നിന്നാണ് ആരംഭിച്ചത് എന്ന് അവരെ ഓർമ്മിപ്പിക്കാൻ. അതാണ് ഞങ്ങൾ തുടർന്നും ചെയ്യാൻ പോകുന്നത്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയട്ടെ, ഞങ്ങൾ നശിപ്പിച്ച കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്കറിയാം. ഒറ്റ രാത്രിയിലെ ആക്രമണങ്ങൾ കൊണ്ട് ഭീകരവാദം ഇല്ലാതാകില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഈ ഭീകര അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കാനും ഈ ആളുകളെ പരിശീലിപ്പിക്കാനും ആയുധങ്ങൾ നൽകാനും നയിക്കാനും സജ്ജരാക്കാനും തീവ്രവാദം നടത്താൻ അവരെ പ്രേരിപ്പിക്കാനും പാകിസ്ഥാനിൽ ഒരു വലിയ സഹായകമായ ആവാസ വ്യവസ്ഥയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അവർക്ക് മാറ്റം വരുത്തണം. തീവ്രവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നാൽ മാത്രം പോരാ എന്ന് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ പോലും പറഞ്ഞിട്ടുണ്ട്. അവരെ സാമ്പത്തികമായി സഹായിക്കുന്നവരെയും അവരെ നയിക്കുന്നവരെയും ഉത്തരവാദികളാക്കണം. അവരാരെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് പാകിസ്ഥാനിലെ ആഴത്തിലുള്ള ഭരണകൂടത്തിൻ്റെ സൈനിക സ്ഥാപനമാണ്. ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, ഇത് മനസ്സിലാക്കുക. എന്നാൽ ഇത് വീണ്ടും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് തയ്യാറെടുക്കുക എന്നതാണ്. എന്നാൽ ഇത് വീണ്ടും സംഭവിച്ചാൽ അവർക്ക് കൂടുതൽ മോശം സംഭവിക്കാൻ തയ്യാറായിരിക്കുക എന്ന് ഞങ്ങൾ മുൻകൂട്ടി നിങ്ങളെ അറിയിക്കുന്നു. ഇതാണ് ഞങ്ങൾ നൽകുന്ന സന്ദേശം. സംഭവിച്ചത് ഞങ്ങൾ വിശദീകരിക്കുന്നു. സഹാനുഭൂതിയോടെയുള്ള മനസ്സിലാക്കൽ ഞങ്ങൾ തുടരുന്നു. എന്നാൽ ഞങ്ങൾ പറയുന്നു, ഞങ്ങളിനി സഹിക്കാൻ പോകുന്നില്ല. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്നതിന് വേണ്ടിയായിരുന്നില്ല. ഞങ്ങളെ വെറുതെ വിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വളരാനും വികസിപ്പിക്കാനും ഞങ്ങളുടെ ജനങ്ങളുടെ ക്ഷേമം ശ്രദ്ധിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ പാകിസ്ഥാനോടും ആ രാജ്യം ഭരിക്കുന്നവരോടും പറയുന്നു, നിങ്ങൾ ഞങ്ങളെ വെറുതെ വിട്ടാൽ ഞങ്ങൾ നിങ്ങളെയും വെറുതെ വിടും. എന്നാൽ നിങ്ങൾ ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് തയ്യാറായിക്കോളൂ. പനാമൻ സമ്പദ് വ്യവസ്ഥയുടെ പല മേഖലകളിലും ഇത് സന്തോഷം നൽകുന്നു. നിങ്ങൾ ഇവിടെ നിർമ്മിച്ച ഈ മനോഹരമായ ക്ഷേത്രത്തിലേക്ക് ഇന്ന് ഞങ്ങളെ ക്ഷണിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ക്ഷേത്രത്തിൽ പോയപ്പോൾ ഞങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ലഭിച്ചു. അതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. ഈ അനുഗ്രഹങ്ങൾ ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളിലേക്ക്, ഞങ്ങളുടെ രാജ്യത്തേക്ക് ശാന്തിയുടെ തത്വങ്ങളിൽ വിശ്വസിക്കുന്നവർക്കും എന്നാൽ ശക്തിയുടെ തത്വങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കാത്തവർക്കും
തിരികെ കൊണ്ടുവരുന്നു. ഞങ്ങൾ ശക്തരായി തുടരും. ഞങ്ങളോടൊപ്പം നിൽക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജയ് ഹിന്ദ് എന്നാണ് വിദേശരാജ്യ സന്ദർശനങ്ങൾക്കിടയിൽ ശശി തരൂർ പറഞ്ഞത്.